എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോബിൻ. ഇത് എൻ്റെ മൂത്ത മോൻ റയാൻ, ഇളയ മോൻ ഋദ്വിക്. ഞങ്ങൾ ഒമാനിൽ നിന്നാണ് വരുന്നത്. 2022 ഞാൻ ഒമാനിൽ പോയത്, ഒക്ടോബറിൽ. 2023 മുതലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ചേച്ചി, അക്രൈസ്തവയായ ഒരു ചേച്ചി, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, ഞാനൊരു ആലപ്പുഴക്കാരിയായിട്ടും കൃപാസനത്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ചേച്ചി ഇത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആണ് എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കൃപാസന മാതാവിനോട്. അങ്ങനെ കൃപാസന മാതാവിൻ്റെ അന്ന് തന്നെ ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ദിവസവും കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അന്ന് തൊട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 2024 മെയ്യിൽ നാട്ടിൽ വരാൻ തീരുമാനിച്ചു. നാട്ടിൽ വരാൻ തീരുമാനിച്ചപ്പോൾ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് വരണം. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞ് എന്നാൽ നമുക്ക് കൃപാസനത്തിൽ, ഹസ്ബൻഡിനും വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ സൈറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ 60,000 70,000 നിന്ന ടിക്കറ്റ് റേറ്റ് 37,000 കുറഞ്ഞു. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ 37,000 രൂപ ടിക്കറ്റ് റേറ്റായിട്ട് ഞങ്ങൾ അന്ന് കൃപാസനത്തിൽ വന്നു. വരുന്ന വഴി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് രാത്രിയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിന് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മെയ് 8 2024 മെയ് 8 ഞങ്ങളിവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തു. കുമ്പസാരിക്കാനും പോയി, കുമ്പസാരിച്ച് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്നു മുതൽ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം കുടുംബമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് NRI ആക്കി, ഉടമ്പടി NRI ആക്കി പത്രവും മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. തൈലവും മാതാവിൻ്റെ തൈലവും ഉപ്പും ഉടമ്പടി ഉപ്പും ഞങ്ങൾ എല്ലാം കൊണ്ടുപോയി. തിരിയും ഞങ്ങൾ കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയും ഞങ്ങൾ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 30 ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി കുളിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിൽ വീണ് എനിക്ക് റൈറ്റ് പെറ്റല ഫ്രാക്ചറായി, മുട്ടിന് ഫ്രാക്ചറായി, മുട്ട് പൊട്ടി. എന്നിട്ട് ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് 1:30 ആയിരുന്നതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പെട്ടെന്ന് പോയി. വണ്ടി പിടിച്ചാണ് പോയത്. വണ്ടി പിടിച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നീരെല്ലാം ഭയങ്കരമായിട്ട് കൂടി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചറാണ്, ഇനി ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അങ്ങനെ ഞാൻ അങ്ങനെ അന്ന് തന്നെ കാസ്റ്റ് ഇട്ടു. ഞങ്ങൾ ബെഡ് റെസ്റ്റായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പും എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ കാലിൽ ഓൾറെഡി പാസ്റ്റ് ഇട്ടേക്കുമായിരുന്നു. എങ്കിലും എൻ്റെ കാലിൻ്റെ മുകളിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 6 അതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ ഉണ്ടായിരുന്നു, കാസ്റ്റ് മാറ്റി. പക്ഷേ ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് അടുത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് റെസ്റ്റ് വേണം, അങ്ങനെയാണ് പറഞ്ഞത്. പോസിബിൾ സർജറി പറഞ്ഞിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലിന്
ഓഗസ്റ്റ് 6 എൻ്റെ കാസ്റ്റ് എല്ലാം ഊരി എനിക്ക് നടക്കാം. അതിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫുള്ളായിട്ട് വോക്കറിലായിരുന്നു. ഒരാഴ്ച ഞാൻ വോക്കറിൽ നടന്നു. എന്നാലും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ 1.25 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനും തുടങ്ങി. അന്ന് എൻ്റെ ഇളയ മോന് പറയുമായിരുന്നു, ഇവിടെ കയറി വരുന്നപ്പം അവനും കൂടി പോയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതെന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഞാനും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവനാണ് നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം അവൻ അറിയത്തില്ല. അതുകൊണ്ട് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കാലിൽ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ ദൈവം തന്ന, മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനുണ്ടായ രോഗസൗഖ്യമാണ്. ഞങ്ങൾ ഈ 2026 മാർച്ച് 5 ഒരു 9:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് വെറുതെ കിടക്കുമായിരുന്നു. കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നോസിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഫുൾ ബ്ലീഡിങ് റൂമിനകത്ത് മുഴുവനായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഒഴുകിക്കൊണ്ടിരിക്കുക, വായിലോട്ടും മൂക്കിലോട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ബ്ലഡായി. ബാത്റൂമിൽ പോയി മുഖം കഴുകിയപ്പോഴത്തേക്ക് ബാത്റൂമിലും എല്ലാം ഭയങ്കരമായിട്ട് ബ്ലഡായി. പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഹസ്ബൻഡിന് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തു. ഞങ്ങൾ 10-15 മിനിറ്റ് കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും BP ഹൈ ആയിരുന്നു. അതുകൊണ്ട് ബ്ലീഡിങ് നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴും BP ഹൈ ആണ്. പക്ഷേ ബ്ലീഡിങ് നിന്നു. ഒരു മരുന്നും കൊടുത്തില്ല അവിടുന്ന്. ഒരു ജസ്റ്റ് ട്രനക്സ മാത്രം കൊടുത്തു. പക്ഷേ അപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നിരുന്നു. അവർ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് ആ മരുന്ന്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞായിരുന്നു BPയുടെ മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഒരാഴ്ച ഹസ്ബൻഡ് BPയുടെ മരുന്ന് കഴിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ BPയുടെ മരുന്ന് കഴിക്കുന്നില്ല. ആകെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഉടമ്പടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ BP ഒന്നും ഇപ്പോഴില്ല. മൂന്നാമതായിട്ട് ഉള്ളതെന്ന് പറയാനായിട്ട് എൻ്റെ 2 മക്കളും അവിടെ ഇന്ത്യൻ സ്കൂൾ നിസ്വയിലാണ് പഠിക്കുന്നത്. അവിടെ സ്കൂളിൽ വെച്ചിട്ട് 2 പേരും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവനും കഴിഞ്ഞ വർഷം ഇവനും വീണു മൂക്കിടിച്ചാണ് വീണത്. മൂക്കിടിച്ച് വീണിട്ട് ബ്ലീഡിങ് ആയി, ഫുൾ സ്വെല്ലിങ് ആയി. പക്ഷേ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഒന്നും മരുന്നൊന്നും കൊടുത്തില്ല. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും യൂസ് ചെയ്തിട്ട് ഇവന് പൂർണ്ണമായിട്ട് മൂക്കിന് സൗഖ്യം സാധിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിനും അതുപോലെ തന്നെ വീണായിരുന്നു. മൂക്ക് നല്ലതായിട്ട് സ്വെല്ലിങ് ആയായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ തന്നെ ഞങ്ങൾ അവനും തൈലം പുരട്ടി ഉപയോഗിച്ചതിൻ്റെ ഫലമായി രോഗസൗഖ്യം സാധിച്ചു. അടുത്ത രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിൻ്റെ അരിമ്പാറയുടെ ഇതാണ്. അരിമ്പാറ അതുപോലെ തന്നെ ഉടമ്പടി തൈലം യൂസ് ചെയ്തതിൻ്റെ ഫലമായി സാധിച്ചു. ഞങ്ങൾ ഒമാനിൽ ചെന്നിട്ട് 2024 ലീവ് കഴിഞ്ഞ് ചെന്നിട്ട് ഞങ്ങൾക്ക് 2022 ഒക്ടോബറിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കാറൊന്നും വാങ്ങണമെന്നുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു, തീരുമാനമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ പെട്ടെന്നൊരു കാർ എടുക്കാൻ തീരുമാനിച്ചു. കാർ ഒത്തിരി കളറെല്ലാം നോക്കിയെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം സിൽവർ ഗ്രേ കളർ തന്നെ കിട്ടണമെന്നായിരുന്നു. അവസാനം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സിൽവർ ഗ്രേയുടെ മാതാവിൻ്റെ കളർ തന്നെ തന്നു. മാതാവ് അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃപാസനം പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയും കൊടുക്കും. ഇവിടെയും പോകുന്നതിന് മുന്നേ, ലീവിന് പോകുന്നതിന് മുന്നേ ഇവിടെ ഞങ്ങൾ കൊടുത്തു തീർക്കും. അവിടെ ചെന്നിട്ട് ആണേലും ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ ആരൊക്കെ ലീവിന് വരുന്നുണ്ടോ അവരെ കൊണ്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൃപാസനത്തിൽ പോകുന്ന എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അവരെ കൊണ്ട് ഉടമ്പടി പത്രം മേടിപ്പിക്കും, കാശുരൂപം മേടിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഞാൻ വാങ്ങിച്ച് രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ
കാരുണ്യ പ്രവൃത്തിയായിട്ട് പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു പിള്ളേരെ നോക്കുന്ന സ്ഥലത്ത് പൈസ ഞങ്ങൾ എല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എന്നും ചെയ്യാറുണ്ട്. ഡെയിലി എല്ലാ ദിവസവും ഓൺലൈനിൽ കുർബാന കൂടി. ഞങ്ങൾക്ക് അവിടെ എന്നും കുർബാനയില്ല, അതുകൊണ്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ പക്ഷേ എന്നും ഞങ്ങൾ കുർബാന കൂടും. കുടുംബ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. എന്നിട്ട് സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ഡെയിലി ബ്രെഡ് കൂടിയിട്ടേ കാര്യങ്ങൾ നടത്താറുള്ളൂ. ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടും. ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൂടാറുണ്ട്. ആ ആഴ്ച തന്നെ കൂടി തീരാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് 2 പ്രാവശ്യം മെഴുകുതിരിയിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു. ഈ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവ് അവന് രോഗശൈല ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41:3 ദൈവത്തിൻ്റെ കരുണയും പരിപാലനയും വളരെ സുന്ദരമായി ഈ വചനത്തിൽ പറയുന്നത്. കർത്താവ് രോഗശൈലയിൽ ആശ്വാസം പകരുന്ന ഒരു കർത്താവാണ്. സൗമ്യയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ രോഗങ്ങൾക്കും, ഹസ്ബൻഡിൻ്റെ രോഗമായാലും മക്കളുടെ രോഗമായാലും എല്ലാത്തിനും ഈശോയുടെയും അമ്മയുടെയും തീഷ്ണതയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മകൾ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് തന്നെ ആലപ്പുഴയിൽ മടിയിൽ വളർന്ന ഒരു മകളാണ്. പക്ഷേ ഒമാനിൽ ചെന്നപ്പോൾ അക്രൈസ്തവയായ ഒരു സഹോദരി, നേഴ്സാണ്, കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സ്, ആ സഹോദരിയുടെ കൃപാസനത്തിലുള്ള രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന കേട്ടപ്പോൾ ഈ മകൾക്കും കൃപാസനത്തെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഉള്ള കൂടുതൽ താല്പര്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവുമാണ് മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ വഴിതിരിക്കുന്നത്. ആ ക്രൈസ്തവയായ മകളുടെ പ്രാർത്ഥന കണ്ടതുകൊണ്ടാണ് ഇന്ന് സൗമ്യ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഏതൊക്കെ അവസ്ഥകളിലായിരിക്കാം, ജീവിതത്തിലെ രോഗാവസ്ഥയിലും പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കടബാധ്യതകളിൽ ഏതെങ്കിലും അവസ്ഥയിലായാലും ഉടമ്പടിയിൽ നമുക്ക് ഓർമ്മിക്കാം, നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്തും. നമ്മെ കൈപിടിച്ച് ആ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ആ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. നമ്മുടെ ദുർബലതകളിൽ താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ദൈവം. ആ ദൈവകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതവും പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗമ്യ ട്രീസായ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.